ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ടി വെയർ ഐറ്റമായിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ബൊട്ടിക് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇതിൽ നെക്ക് വരച്ചിട്ട് നെക്കിൽ പാരലൻസ് ലൈൻ വരച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ലൈനാണ് എടുത്തേക്കുന്നത്. ചെറിയ ലൈൻ 11 സെൻറ്റിമീറ്ററും വലിയ ലൈൻ 24 സെൻറ്റിമീറ്ററും വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ആൾട്ടർനേറ്റായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ആരി വർക്ക് ചെയ്യാനുള്ള നീഡിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ആരി ത്രെഡും ബീഡും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആരി വർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ആ ത്രെഡ് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം ഇതുപോലെ ചുറ്റി അതിന് പുറത്തേക്കെടുത്ത് ഇതുപോലെ ഉരുട്ടി താഴത്തോട്ട് വലിച്ചാൽ അത് കെട്ടാവും. ഇനി അതിലൊരു പശയും കൂടെ തേച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പുള്ളൊരു കെട്ടാവും, പിന്നെ ഇറങ്ങി വരില്ല. അതുപോലെ തന്നെ ചോദിച്ചാണ് ഏത് നീഡിലാണ് എടുത്തേക്കുന്നത്. ഇത് ജപ്പാൻ്റെ 14 നീഡിൽ നമ്പറാണ് എടുത്തേക്കുന്നത്. 14 നമ്പർ വെച്ച് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഓരോ ബീഡുമായിട്ട് ചെയ്തെടുക്കണം. ഓരോ ബീഡും ഇതുപോലെ കോർത്ത് ഒന്നൊന്നായിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആരി വർക്ക് ഫസ്റ്റായിട്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല ഡിസൈനായിരിക്കും ഇത്. കാരണം സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശരിക്കും പറ്റുന്ന ഒരു ഡിസൈൻ വർക്കും കൂടിയാണ് ഇത്. ആരി വർക്കിൽ തന്നെ ചെയ്യണമെന്നില്ല, സാധാരണ ബീഡ്സ് കോർത്തെടുക്കുന്ന പോലെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ വീഡിയോയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ 3 ബീഡ്സ് കോർത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ബീഡിൻ്റെ, അതായത് സെക്കൻഡ് ലാസ്റ്റ് ബീഡിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ബാക്കി 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടണം. അപ്പോഴാണ് സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. ഒന്നെങ്കിൽ ആരിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ബീഡ്സ് കോർക്കുന്ന രീതിയിലും ചെയ്തെടുക്കാം. ഇനി ബൊട്ടിക് സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ബീഡ്സ് വർക്ക് ചെയ്താലും നമുക്ക് തേക്കണം എന്നുള്ള ആവശ്യം വരുന്നില്ല. തേക്കാതെ തന്നെ ആ തുണി ചുളുങ്ങാതെ തന്നെ ഇരിക്കും. സോ തേക്കൽ ഒഴിവാക്കാനും ബീഡ് വർക്ക് ചെയ്യാനും പറ്റിയ മെറ്റീരിയലാണ് ബൊട്ടിക്കിൻ്റെ മെറ്റീരിയൽ. ബാക്കി മെറ്റീരിയലിലൊക്കെ ഇതുപോലെ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ തേച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. ഇതാണ് ആരി വർക്കിന് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ. ഓരോരോ ബീഡ് ഇതുപോലെ കോർത്തെടുത്താണ് ചെയ്യുന്നത്. ഓരോ ബീഡും അകത്തേക്ക് കോർത്തെടുത്ത് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുകയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള രീതിയിൽ കാണിച്ചു തരുന്നത്. താഴത്തെ കെട്ടിടുന്നത് എങ്ങനെയാണെന്നുള്ള ആരിയുടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. റിച്ചൂസ് ബുട്ടീക്കിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഈ ഒരു വർക്കല്ല, എന്ത് വർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അതിനായിട്ടുള്ള വർക്കും മെറ്റീരിയൽസും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. സോ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം അയച്ചു തരാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. സോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഫുള്ളായിട്ടുള്ള ലൈൻസിലും ഇതുപോലെ ബീഡ് കോർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് എടുത്തേക്കുന്നത് ചെറിയ വൈറ്റ് കളർ ബീഡാണ്. റൗണ്ട് ബീഡിൻ്റെ ചെറിയ സൈസാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇനി ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി മെഷീൻ ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട്. മെഷീൻ ത്രെഡ് ഇതുപോലെ ഒരു ചെറിയ നീഡിലാക്കി കൊടുക്കുക. ബീഡ്സ് ക്രോസ് ചെയ്യാൻ എപ്പോഴും ചെറിയൊരു നീഡിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു ബീഡ് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തേക്കുന്നത് ഒരുപാട് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യരുത്, എന്ന് വെച്ച് തൊട്ടടുത്ത് മാർക്ക് ചെയ്യരുത്. ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഇതുപോലെ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബീഡിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ബീഡും കോർത്ത് കൊടുക്കുക. അത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം 3 ബീഡായിട്ട് അകത്തേക്ക് കോർത്ത് കൊടുത്ത് അതിൻ്റെ ചുറ്റുമായിട്ട് വയ്ക്കുക. അതുപോലെ 3 ബീഡ് കോർത്ത് കൊടുത്തു. എൻ്റെ ചുറ്റുമായിട്ടും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ചു. ഇപ്പോൾ ഈ ചെയ്തെങ്ങനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് വരുന്ന രീതിയിൽ വേണം അത്. കാരണം ഒരു ബീഡിൻ്റെ അടുത്ത റൗണ്ടിൽ 6 ബീഡായിരിക്കും വരുന്നത്. സോ 3 ബീഡ് കോർക്കുമ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് വരണം. എന്നിട്ട് ആദ്യം ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ കോർത്ത് പുറത്തേക്ക് ഇടുക. അപ്പോൾ അത് ടൈറ്റായി.
ഇനി ഇതുപോലെ തന്നെ അടുത്ത ബീഡും കൂടെ കോർത്തെടുക്കുക. അടുത്ത 3 ബീഡും ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം തിരിച്ച് ആദ്യത്തെ ബീഡിൻ്റെ തൊട്ടടുത്ത് കുത്തിയെടുത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ബീഡിൻ്റെ ഇടയിൽ കൂടെ കുത്തിയെടുത്ത് ഇതുപോലെ വഹിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ പൊക്കിയെടുത്ത് ബീഡ് സ്ട്രോങ് ആയിട്ട് വയ്ക്കാം. ഇതാണ് ആദ്യത്തെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നത്. ഇതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി ഇതുപോലെയല്ല വേറെ രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തേൽ കാണിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് സെയിം തന്നെ. നമ്മൾ ആദ്യമായിട്ട് ചെറിയൊരു ബീഡ് മാത്രം, ഒരേ ഒരു ബീഡ് മാത്രമായിട്ട് നടുക്ക് ഇതുപോലെ കോർത്തെടുക്കണം. അതുപോലെ കോർത്തെടുത്തതിന് ശേഷം തൊട്ടടുത്തുനിന്ന് കോർത്ത് ഒറ്റയടിക്ക് തന്നെ 6 ബീഡ് കോർത്ത് കൊടുക്കുക. ഒരേ സമയത്ത് തന്നെ 6 ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിൽ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ. ഇത് ആദ്യമായിട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിരിക്കും നിങ്ങൾക്കും എളുപ്പമായിട്ട് തോന്നുക. ഇതുപോലെ ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിൽ തന്നെ കോർത്തെടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് കൊടുത്ത് റൗണ്ട് പോലെ ആക്കുക. എന്നിട്ട് നമ്മളൊരു അവസാനം ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ ഉള്ളിലേക്ക് ആ ബീഡ് ടൈറ്റായിട്ട് ഇരിക്കാൻ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ നൂല് കോർത്ത് ആ തുണിയിലേക്ക് തന്നെ പിടിപ്പിക്കുക. ഈ 2 രീതിയിലാണ് നമുക്കിത് രണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്നത്. എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ സെക്കൻഡ് മെത്തേഡിൽ പോകുമായിരിക്കും നല്ലത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇതുപോലെ നമ്മൾ പോയിൻ്റ് ചെയ്തേക്കുന്ന എല്ലാ സ്ഥലത്തും, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ ബീഡ് കോർത്തെടുത്ത് വർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു പൊസിഷൻ ഫുൾ വർക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കൊറിയർ ചെയ്ത് കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഹാൻഡിൻ്റെ വർക്ക് കാണിച്ചില്ല. ഹാൻഡിൻ്റെ വർക്ക് ഒരേ ഒരു ലൈനായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. സോ അവസാനം ഹാൻഡിൻ്റെ തൊട്ട് ഏറ്റവും അവസാനത്ത് വരുന്ന പട്ടയിൽ വെക്കാനായിട്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു റിച്ചൂസ് ബൊട്ടീക്ക്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോ കാണാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസും അതുപോലെ പുതിയ ഡിസൈൻസിൻ്റെ അപ്ഡേറ്റ് കിട്ടും. താങ്ക് യു.